ഹലോ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ഗോവയിലത്തെ വിശേഷങ്ങളുമായി എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു വാട്ടർഫോൾസ് കാണാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഗോവയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഗോവയിലത്തെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു വാട്ടർഫോൾസ് കാണാനാണ് കേട്ടോ. അപ്പോൾ വാട്ടർഫോൾസ് എവിടെയാണെന്ന് വെച്ച് പറഞ്ഞാൽ ഗോവയിലുള്ള സക്ലിം എന്ന സ്ഥലത്ത് ഹാർവൽ വാട്ടർഫോൾസിലാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. ആദ്യം നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു ശിവ ടെമ്പിളാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം അവിടെ തൊഴുതിയിട്ട് നേരെ നമ്മളിതാ കയറാൻ തുടങ്ങുന്ന ഫ്രണ്ടിൽ സൈഡിലായിട്ട് തന്നെ കുറേ ഫുഡിൻ്റെ ഐറ്റങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ചോളം, ചായ, സ്നാക്സ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ കടകളുണ്ട്. അതും കഴിഞ്ഞ് നമ്മളിതാ നേരെ സ്റ്റെപ്പ് കയറിയിട്ട് മേലേക്ക് കയറി പോവുകയാണ് കേട്ടോ. അപ്പം മഴയൊക്കെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഗോവയിലൊക്കെ ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ മഴ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നത്. കാരണം നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ നല്ല രീതിയിലേക്ക് നമുക്കവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ നമ്മുടെ മേലെ ആവുന്നത് പോലെ ഫോഴ്സ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ കാണുന്ന സമയത്ത്. ഇപ്പോൾ അത്ര കാര്യമായിട്ടില്ല, സാധാരണ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും അത്യാവശ്യം മഴച്ചാറ്റൽ പോലെ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവക്കുട്ടി അതെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഇത് ഒറ്റയ്ക്ക് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത്ര വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എല്ലാവരും കണ്ടിങ്ങനെ നീങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മലയാളികളെയും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പം നമ്മൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും സേഫായിട്ട് നിൽക്കണം കേട്ടോ. അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളും ആരെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ഭാഗത്തായിട്ട് ഒരു 2 പോലീസുകൾ ഇരിക്കുന്നത് മാത്രമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തുള്ളൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ നല്ല രീതിക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മേലെ പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ അത്ര കാര്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഒരു ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ നമ്മൾ മേലെ കയറിയിട്ടുള്ള വ്യൂ. അടുത്ത് നിന്ന് കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത്ര ഫോഴ്സേ ഉള്ളൂ. കുറച്ചും കൂടി നല്ലപോലെ കനത്തിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നല്ല ഫോഴ്സും കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ നിൽക്കണവിടെയൊക്കെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ജസ്റ്റ് അവളെയും കൊണ്ട് നോക്കി കാണിച്ചു നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങിയ പാട് തന്നെ വെള്ളം കണ്ടപ്പോൾ ഇവക്കൂട്ടി പരാതി പറയുക, ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല, എനിക്ക് കുളിക്കണം, എല്ലാവരും ഇറങ്ങണു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയുക, എനിക്ക് വെള്ളത്തിൽ തൊടണം എന്നൊക്കെ പറഞ്ഞ് പറയാം. ആൾക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്താ നേരെ താഴോട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ക്ലൈമറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ് നമ്മൾ താഴോട്ട് ഇറങ്ങി തുടങ്ങിയത് നല്ല മഴ പെയ്തു. അപ്പോൾ മഴ പെയ്ത് പാടെ തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ല ആ സൈഡിലായിട്ടുള്ള ചെറിയ കടകൾ, ആ കടകളിൽ കയറിയിരുന്നു കേട്ടോ. നമ്മൾ അവിടെ മാത്രമേ നമുക്ക് ഷെഡും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ കടയിൽ കയറി ഇരുന്നിട്ട് നമ്മളൊരു ചായയും ഒരു ചുട്ട ചോളവും കേട്ടോ വാങ്ങിച്ചത്. ഈ കുട്ടി ചൂടായത് കാരണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ താഴേക്ക് മൊത്തം വെള്ളമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഇങ്ങനെ വെള്ളം വരുന്നത് നമുക്ക് അപ്പുറത്തുകൂടെ പോയി കാണാൻ പറ്റും കേട്ടോ. വെള്ളം ഇങ്ങനെ വരുന്നത് ഇവിടെ നിന്നിട്ടുള്ള വ്യൂ. ഇപ്പം മഴ സ്റ്റാർട്ട് ചെയ്ത് കാരണം അത്ര ഫോഴ്സും കാര്യങ്ങളും ഇല്ലാത്ത കാരണം ഇപ്പം നടക്കേണ്ട രീതിക്കുള്ള വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് ദൂരത്തേക്കായിട്ട് കാണുമ്പോൾ. അപ്പം നമ്മൾ ആ വെള്ളത്തിലോട്ട് ഇറങ്ങി നിന്നു. കണ്ടോ, ഇവിടെ നിന്നിട്ട് നമുക്ക് നേരെ ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇപ്പോൾ ആൾക്കാരവിടെ കളിക്കലും കുളിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, വീഡിയോ എടുക്കലൊക്കെ ആയിട്ട്. അപ്പോൾ ഇവക്കുട്ടിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടത് ബാഗൊക്കെ തൂക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്ന ആളെ മെല്ലെ നൈസായിട്ട് ഇറക്കി വിട്ടു. കാരണം വെള്ളം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടം. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. ആരും നമുക്ക് വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് പറയില്ലെങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പോഴോ ഇല്ലെങ്കിൽ വിളിക്കുമ്പോഴോ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ചില ആൾക്കാർ നമ്മളെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ വീഡിയോ ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. എൻ്റെ ഭാഷ ശരിയല്ല, ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അവരോടൊക്കെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇങ്ങനെ സംസാരിക്കുക, പറ്റുന്നവർ കണ്ടാൽ മതി. ഞാൻ ആരുടെ അടുത്തും വന്നിട്ട് എൻ്റെ വീഡിയോ കാണണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷിച്ചിട്ടില്ല. ഞങ്ങളുടെ ഇടയിലുള്ള സന്തോഷമായ നിമിഷങ്ങളും ആഘോഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് അടിച്ച് പോവാം കേട്ടോ. നമ്മൾ നിർബന്ധിക്കുന്നില്ല ആരെയും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നനയാതിരിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ പൊക്കി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇൻട്രഡക്ഷൻ എടുക്കാതുകൊണ്ട് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്താണ്. പക്ഷേ ആ സൗണ്ടും കാര്യങ്ങളൊന്നും കൊണ്ട് എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രീതിയിലുള്ള അടിപൊളി വ്യൂ ആണ്. ഒരുപാട് ആൾക്കാർ വന്ന് ഇതാ അടുത്ത് പോയിട്ടൊക്കെ നിന്ന് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയ കുഞ്ഞുള്ളത് കാരണം അതിൻ്റെ അടുത്ത് പോയില്ല കേട്ടോ. ആളെ കൈവിട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരൊറ്റ ഓട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതാ പൊക്കി ആൾ നല്ല രീതിയിൽ പൊക്കാൻ തുടങ്ങി. ഡ്രസ്സ് മൊത്തം കുളിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ വിടാൻ പറഞ്ഞു. എന്തായാലും നനഞ്ഞ് ഓൾറെഡി നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളത്തിലൊക്കെയാണ് വരണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും കയ്യിൽ ഡ്രസ്സ് കരുതിയിട്ടുണ്ട്. അത് കാരണം ധൈര്യത്തിൽ അവളോട് ശരി എന്തായാലും ഇനിയിപ്പോൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടു കേട്ടോ. അപ്പോൾ ആരെങ്കിലും തീർച്ചയായിട്ടും ഗോവയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്പോട്ടും കൂടി മറക്കാതെ നോക്കി വെക്കണേ. അങ്ങനെ നമ്മൾ അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ അവളെയും കൊണ്ട് കാറിൻ്റെ
അടുത്ത് പോയി ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തു കേട്ടോ. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്കുള്ള ഒരു അമ്പലവും കൂടിയാണ് കേട്ടോ ഇത്. വാട്ടർഫോൾസ് കണ്ട് തിരിച്ചു വരുന്ന എല്ലാവരും ഇവിടെ കയറി ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അത് കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങി നോക്കി എന്താണ് ഏതാണെന്നൊക്കെ. അപ്പോൾ ഇവിടെ അമ്പലമാണ്, പഴയ പുരാതനമായിട്ടുള്ള അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഓരോ റൂമുകളുണ്ട്. ആ റൂമിലും ഓരോ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്, ശിവൻ്റെ അങ്ങനെ ഓരോ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എന്തൊക്കെയോ കുറച്ച് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആരും നിൽക്കണത് കണ്ടില്ല. അപ്പോൾ അത് കാരണം ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ നിൽക്കണവരൊക്കെ നമ്മൾ വാട്ടർഫോൾസ് കണ്ട് തിരിച്ച് വരുന്നവരാണ്, ഒരു ടൂറിസ്റ്റുള്ള ആൾക്കാരെ, കാരണം അവർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കാണാൻ പറ്റും. വാട്ടർഫോൾസിലേക്കോട്ട് പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു അമ്പലം, ഇതും വേറൊരു അമ്പലം അങ്ങനെ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇതൊക്കെ ശരിക്കും പഴയ രീതിയിൽ കാണുന്ന പോലത്തെ ഒരു അമ്പലമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റും. അതിൽ പ്രത്യേകത കല്ലാണ്, ഒരു വെട്ടുകല്ല് പോലത്തുള്ള കല്ലാണ് അതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് പോകുമ്പോൾ ചെറിയ രീതിയിൽ കാല് വേദനയൊക്കെ ഉണ്ടാവും. അത് കാരണം ഞാനൊന്നും ഉള്ളിലോട്ട് പോയില്ല. പക്ഷേ കാണാൻ നല്ലൊരു രസമുണ്ടായി. അതിനെക്കുറിച്ച് അവർ ഡീറ്റെയിൽസ് ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരു കേവാണ്, ഒരു 6-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു കേവാണ് കേട്ടോ. അപ്പോൾ അതും കണ്ടിട്ട് നമുക്ക് തിരിച്ചു മടങ്ങാം. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും ബായ്.